വെൽക്കം ടു മൈ ഓൺലൈൻ ക്ലാസ്സസ്. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ 9th വീഡിയോയിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കിനെ പറ്റി പറഞ്ഞതിന് ശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 9th വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഒരു മിസ്റ്റേക്ക് വന്നത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ക്യാൻ അറ്റൈൻ എ നെഗറ്റീവ് വാല്യൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ ആൻസർ റേഞ്ച് എന്നായിരുന്നു. പക്ഷേ ഈ മെഷർ ഓഫ് ഡിസ്പെർഷൻ, അതായത് റേഞ്ച് ആയാലും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ്, ഇതെല്ലാം നമുക്ക് പോസിറ്റീവ് വാല്യൂസേ അറ്റൈൻ ചെയ്യത്തുള്ളൂ, ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂസ് വരത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഇതേ കണക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നൺ ഓഫ് എബോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണും. ഓക്കെ, ആ നൺ ഓഫ് എബോ ഓപ്ഷൻ നമ്മൾ മാർക്ക് ചെയ്താൽ മതിയാവും. അതായത് മെഷർ ഓഫ് ഡിസ്പെർഷൻസിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സോറി, എൻ്റെ മിസ്റ്റേക്ക് ഞാനത് ശ്രദ്ധിക്കാതെ ഞാനിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് തിരുത്തുക. ഓക്കെ, മെഷർ ഓഫ് ഡിസ്പെർഷൻ നെഗറ്റീവ് വാല്യൂ അറ്റൈൻ ചെയ്യത്തില്ല. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയെ പറ്റിയാണ്. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ബേസിക് ഓഫ് പ്രോബബിലിറ്റി നമ്മൾ നോക്കിയായിരുന്നു. പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് നോക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an event A has occurred and on is required to find out the probability of occurrence of another event B utilizing the information about A. Such a probability is known as conditional probability and it is denoted by B given A. And the formula ആണ് അടുത്തത്. Probability of B given A is equal to probability of A intersection B divided by probability of A. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈവൻറ്റ്, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സപ്പോസ് ഒരു ഈവൻറ്റ് ബി എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾറെഡി ഒരു ഈവൻറ്റ് എ എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നതിൽ നമുക്ക് എ എന്ന് പറയുന്ന ഈവൻ്റ് ഓൾറെഡി ഹാപ്പൻ ചെയ്തൊരു കാര്യമാണ്. ആ എ എന്ന് പറയുന്ന ഈവൻ്റ് ഉപയോഗിച്ചിട്ട് ബി എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഒരു പ്രോബബിലിറ്റി തന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഓൾറെഡി ഒരു ഈവൻ്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ട് എ എന്ന് പറയുന്നത്, ആ ഈവൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഈവൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നും കൂടെ ആ ഡെഫിനേഷൻ വായിക്കാം. ആൻഡ് ഈവൻറ്റ് എ ഹാസ് ഒക്കേർഡ്. ഓക്കെ, അതായത് ഒരു ഈവൻറ്റ് എ എന്ന് പറയുന്ന ഈവൻറ്റ് ഓൾറെഡി ഒക്കർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഈവൻറ്റ് ബി. എന്തിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ്? നമ്മുടെ ഇൻഫോർമേഷൻ, എ എന്ന് പറയുന്ന ഈവൻറ്റിൻ്റെ ഇൻഫോർമേഷനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന വേറൊരു ഈവൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ഈവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, രണ്ട് ഈവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ആ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അത് നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ താഴത്തെ പ്രോബബിലിറ്റി ഓഫ് എ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ പ്രോബബിലിറ്റി ഓഫ് ബി ആയിട്ട് കിട്ടും. ഇനി കുറച്ച് പ്രോപ്പർട്ടീസാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എസ് ബൈ എ, എസ് എന്ന് ഉദ്ദേശിക്കുന്ന സാമ്പിൾ സ്പേസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എ സാമ്പിൾ സ്പേസ് ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു 1 ആണ്. അതേ കണക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എ, സെയിം ഈവൻ്റ് ആണെങ്കിലും പ്രോബബിലിറ്റി വാല്യൂ 1 ആണ്. അതിൻ്റെ റീസൺ, നമുക്കിപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എസ് ഗിവൺ എ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ പറയാം? പ്രോബബിലിറ്റി ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആണ്, അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എസ് എന്ന് പറയുമ്പോൾ ഹോൾ സാമ്പിൾ സ്പേസ്, അതിൻ്റെ അകത്ത് എയും ഇൻക്ലൂഡിങ് ആയിട്ടുള്ള സാമ്പിൾ സ്പേസ് ആണ്.
അല്ലേ? ഒരു എക്സ്പെരിമെൻ്റിൻ്റെ അകത്തുള്ള എല്ലാ ഈവൻസും കൂടെ വരുന്നതാണ് സാമ്പിൾ സ്പേസ് ആയിട്ടുള്ള എസ്. അപ്പോൾ അതിൻ്റെ അകത്ത് എസ് ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഈവൻ്റ് എ ആണ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പം നമുക്ക് സാധാരണ കോമൺ മീൻസ് അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണോ സെറ്റാണോ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എസ് ഇൻ്റർസെക്ഷൻ എയുടെ വാല്യൂ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പിന്നെ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് 1 കിട്ടും. ഓക്കെ, അതേ കണക്ക് തന്നെയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എ ചെയ്താലും ആൻസർ 1 ആണ്. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ സി മീൻസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ സി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ സി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗിവൺ സി. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അല്ലേ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി നമ്മൾ ഓൾറെഡി പഠിച്ചത് എങ്ങനെയാണ്, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഒരു റിസൾട്ടും കൂടെ അപ്ലൈ ചെയ്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എ യൂണിയൻ ബിയെ നമുക്ക് ഇതേ കണക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ എല്ലാത്തിൻ്റെയും ആ ഗിവൺ സി വരും. ഓക്കെ, അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഗിവൺ ബി. എ കോംപ്ലിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് നമുക്കറിയാം ഒരു ഈവൻറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെയും പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ടോട്ടൽ സം എന്ന് പറയുന്നത് 1 ആണ്. ഈ ഒരു റിസൾട്ടിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തത്, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് probability of A complement given B is equal to 1 minus probability of A given B. ഓക്കെ, കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇതാണ്. ഇൻ എ സർട്ടൻ സ്കൂൾ 20% of the students failed in English, 5% failed in Maths and 10% failed in both English and Maths. A student is selected at a random. If he failed in English, what is the probability that he also failed in Maths? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഓരോന്നെടുക്കാം. നമുക്കിവിടുത്തെ ഈവൻസിനെ നമുക്ക് രണ്ടായിട്ട് എടുക്കാം. അതായത് ഇംഗ്ലീഷ് ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരും മാത്സ് ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസുമാണ് അല്ലേ. അപ്പം നമുക്ക് ഇ എന്ന് പറഞ്ഞൊരു ഈവൻ്റായിട്ട് സ്റ്റുഡൻസ് ഫെയിൽ ഇൻ ഇംഗ്ലീഷ് എടുക്കാം. ക്യാപിറ്റൽ എം ആയിട്ട് നമുക്ക് ഈവൻ ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഫെയിൽസ് ഇൻ മാത്സ് എടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 20% ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ മീൻസ് 20/100 ദാറ്റ് ഈസ് ഇക്വൽ ടു 1/5. അടുത്ത മാത്സിന് 15%. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മാത്സ് ഈക്വൽ ടു 15/100. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3/20 കിട്ടും. ഇനി അടുത്ത രണ്ടും ഫെയിലാന്ന് പറഞ്ഞാൽ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ഫെയിലായിട്ടുള്ളത് 10% ആണ്. അപ്പോൾ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എന്തെടുക്കാം, ഇ ഇൻ്റർസെക്ഷൻ എം ദാറ്റ് ഈസ് 1/10. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കാം. ഓൾറെഡി ഒരാൾ ഇംഗ്ലീഷ് ഫെയിലായിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഈ ഈവൻ്റ് ഓൾറെഡി ഹാപ്പൻ ചെയ്ത് അപ്പോൾ ഈ ഇംഗ്ലീഷ് ഫെയിൽഡ് ആയിട്ടുള്ള ആൾ മാത്സും ഫെയിൽഡ് ആവാനുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി ഓഫ് എം ഗിവൺ ഇ. അതായത് ഇംഗ്ലീഷ് ഫെയിൽഡ് എന്നുള്ള കണ്ടീഷൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ഫെയിൽഡ് ആയിട്ടുള്ള ആൾ മാത്സ് ഫെയിൽഡ് ആവാനുള്ള കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എം ഗിവൺ ഇ ആണ്. അപ്പോൾ നമ്മുടെ പഠിച്ച ഫോർമുല അനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് എം ഇൻ്റർസെക്ഷൻ ഇ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ. അതിൽ എം ഇൻ്റർസെക്ഷൻ ഇയുടെ വാല്യൂ ഉണ്ട് 1/10 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ 1/5. രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. സപ്പോസ് 36% of a family own a dog and 30% of a family own a cat, and 22% of the families that have a dog also have a cat. A family is chosen at a random and found to have a cat. What is the probability they also has a dog? അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് ഒരു ഫാമിലിയിൽ ഡോഗ് ഉള്ള ഫാമിലീസിൻ്റെ പെർസെൻറ്റേജ് 36% ആണ്. ആൻഡ് ക്യാറ്റ് മാത്രമുള്ള ഫാമിലീസ് 30% ആണ്. ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ 22% എന്ന് പറയുന്നത് ദ ഫാമിലീസ് ദാറ്റ് ഹാവ് എ ഡോഗ് ഓൾസോ ഹാവ് എ ക്യാറ്റ്. അതായത് ഡോഗ് ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ക്യാറ്റും ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയാണ്. ഓക്കെ, പിന്നെ അതേ കണക്ക് നമുക്ക് അടുത്ത കേസിൽ നമ്മളൊരു ഫാമിലി റാൻഡമായിട്ട് ചൂസ് ചെയ്യണം.
നമ്മൾ സർവേ നടത്തിയപ്പോൾ ഒരു ഫാമിലി റാൻഡമായിട്ട് ചൂസ് ചെയ്തപ്പോൾ അവർക്ക് ആ ഫാമിലിക്ക് ഓൾറെഡി ക്യാറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ആ ക്യാറ്റുള്ള ഫാമിലീസിന് ഓൾറെഡി നമുക്ക് എന്താണ് ഡോഗും ഉണ്ടോ എന്നുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഈവൻ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് 2 ഈവൻറ്റ്സ് ആയിട്ട് എടുക്കുക. അതിൽ നമുക്ക് ഡോഗും ക്യാറ്റും ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഡോഗുള്ള ഫാമിലീസിനെ ക്യാപിറ്റൽ D ആയിട്ടും C എന്ന് പറയുന്നത് ഫാമിലീസ് ദാറ്റ് വോൺ എ ക്യാറ്റ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് എടുക്കുക. നമുക്ക് ഓൾറെഡി നമുക്ക് ഡോഗ് ഉണ്ടതിൻ്റെ പ്രോബബിലിറ്റി 36%, ദാറ്റ് ഈസ് 0.36. ക്യാറ്റ് മാത്രമാണെങ്കിൽ 0.30. അടുത്തത് നമുക്ക് 22% ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫാമിലീസ് ദാറ്റ് ഹാവ് എ ഡോഗ്, അതായത് ഡോഗ് ഓൾറെഡി ഉണ്ട്, ആ ഡോഗ് ഉള്ളവർക്ക് എന്തും കൂടെ വരാനായിട്ട് ക്യാറ്റും കൂടെ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് C ഗിവൺ D ആയിട്ട് എടുക്കാം. ഓക്കെ, അതാണ് 0.22. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓൾറെഡി നമ്മളൊരു ഫാമിലി ചൂസ് ചെയ്യുമ്പം അവർക്ക് ഓൾറെഡി ക്യാറ്റുണ്ട്. അപ്പോൾ ക്യാറ്റ് എന്നുള്ളത് ഗിവൺ കണ്ടീഷനാണ്. ആ ഗിവൺ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് അവർക്ക് ഡോഗും കൂടെ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി അല്ലേ, അതായത് ക്യാറ്റുള്ള ഫാമിലീസിന് ഡോഗും കൂടെ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് D ഗിവൺ C ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രോബബിലിറ്റി ഓഫ് D ഗിവൺ C നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുല പ്രോബബിലിറ്റി ഓഫ് D ഇൻ്റർസെക്ഷൻ C ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് C. പ്രോബബിലിറ്റി ഓഫ് C ഓൾറെഡി ഉണ്ട്, പക്ഷേ D ഇൻ്റർസെക്ഷൻ Cയുടെ വാല്യൂ ഇല്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് C ഗിവൺ D എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് C ഇൻ്റർസെക്ഷൻ D ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് D ആണ്. ഇനി നമുക്കിത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് C ഇൻ്റർസെക്ഷൻ D കണ്ടുപിടിക്കാം. അത് കിട്ടിയതിന് ശേഷം നമ്മൾ അപ്പോൾ നമ്മളത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് 0.0792 ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? പ്രോബബിലിറ്റി ഓഫ് D ഗിവൺ C. പ്രോബബിലിറ്റി ഓഫ് D ഗിവൺ C എന്ന് പറയുമ്പം പ്രോബബിലിറ്റി ഓഫ് D ഇൻ്റർസെക്ഷൻ C ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് C. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ വാല്യൂസും ഉണ്ട്, ജസ്റ്റ് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ 0.0792 ഡിവൈഡഡ് ബൈ 0.3. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.264 കിട്ടും. ഇനി നമുക്കതിനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം, ദാറ്റ് ഈസ് 26.4. അപ്പോൾ ഇതാണ് നമുക്ക് 26.4% ഓഫ് ആൾക്കാർക്കാണ് എന്താണ് ക്യാറ്റുള്ള ആൾക്കാർക്ക് ഓൾറെഡി ഡോഗും വരുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ദേ ഓൾസോ ഹാസ് എ ഡോഗ്. അപ്പം ഞാൻ ജസ്റ്റ് എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി പറഞ്ഞു, അതിൻ്റെ 2 പ്രോബ്ലംസാണ് നമ്മളിന്ന് ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഉള്ളൊരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.